എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു ഡെസേർട്ട് ഐറ്റമാണ്. ഓവനോ മുട്ടയോ ചൈനോ ഗ്രാസോ ഒന്നും തന്നെ ഉപയോഗിക്കാതെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന കാരമൽ ബ്രെഡ് പുഡിംഗ് ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. ഇത് ഉണ്ടാക്കാനായി ആദ്യം വേണ്ടുന്നത് ബ്രെഡാണ്. ഞാനിവിടെ 6 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ സൈഡ് വശം എല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഞാൻ ഇതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്നുകൂടെ ചെറുതായിട്ടൊന്നുകൂടെ കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് ഒരൽപ്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കണ്ട, അല്പം മതി. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഷുഗർ ഇപ്പോൾ കാരമലൈസ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഓഫ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതേപോലെ ഒരു സോസ് പാൻ എടുക്കുക. അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ചേർക്കുന്നത് കസ്റ്റാർഡ് പൗഡറാണ്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർക്കുന്നുണ്ട്. ഈ കസ്റ്റാർഡ് പൗഡർ കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് പാല്. ഞാനിവിടെ 2 കപ്പ് പാല് ചേർക്കുന്നുണ്ട്. ആദ്യം നമുക്കിതൊന്ന് ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കാം. അപ്പോൾ ആ കട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടും. നമുക്കിതൊന്ന് സ്റ്റൗവിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് കുറുകി വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് കട്ട കെട്ടിപ്പോവും. ഇപ്പോൾ പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് ഇതിലേക്ക് അല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടേബിൾ സ്പൂൺ നെയ്യോളം ചേർക്കുന്നുണ്ട്. ഇതൊന്ന് മെൽറ്റ് ആവുന്നതിന് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആ പൊടിച്ചു വെച്ചിരുന്ന ബ്രെഡ് കുറച്ച് കുറച്ചായിട്ട് ചേർത്തൊന്ന് ഇളക്കി എടുക്കാം. ഇതും കട്ട കെട്ടാതെ നന്നായിട്ട് ഇളക്കിയെടുക്കണം. നന്നായിട്ട് ഇപ്പം നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ കാരമലൈസ് ചെയ്ത പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ മുകൾ ഭാഗം ഒരു ഫോയിൽ പേപ്പർ ഉപയോഗിച്ചൊന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. വേവിക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു ഇഡലി പാത്രമാണ്. അതിലേക്ക് ഇഡലിത്തട്ട് ഇതേപോലെ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇഡലിത്തട്ട് ഇതേപോലെ ഒന്ന് വെച്ചതിന് ശേഷം അതിന് പുറത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന പാത്രം ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം എടുക്കാം.
ഇതിപ്പോൾ പാകമായിട്ടുണ്ട്. ഇതൊന്ന് തണുത്തതിന് ശേഷം ഒരു 2 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഞാനിതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഇതിപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. അതേപോലെ ഓവനൊന്നും ഇല്ലാതെ തന്നെയാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റീമറിലൊക്കെ വെച്ച് തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് കാരമൽ ബ്രെഡ് പുഡിംഗ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.